പൊളിറ്റിക്സ് ഈസ് ദ ലാസ്റ്റ് റിസോർട്ട് ഓഫ് ദ സ്കൗണ്ടറൽസ് എന്ന് ബെർണാഡ് ഷോ പറഞ്ഞിട്ടുണ്ട്. പാട്രിയോട്ടിസം ഇസ് ദ ലാസ്റ്റ് റിസോർട്ട് ഓഫ് ദ സ്കൗണ്ടറൽ എന്ന് ബെർണാഡ് ഷോ പറഞ്ഞിരുന്നു. സാമുവൽ ജോൺസൺ പറഞ്ഞിരുന്നു. അതിൻ്റെ ചുവട് പിടിച്ചാണ് പിന്നെ ബെർണാഡ് ഷോയെ വേറെ ആരോ പറഞ്ഞതായിട്ടും പറയുന്നുണ്ട്. പാട്രിയോട്ടിസവും രാഷ്ട്രീയവും ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു, എന്തിനു വേണ്ടി ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളത് നമ്മൾ പല വിധത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചിന്തിപ്പിക്കേണ്ടതാണ്. ഇതിനോടനുബന്ധിച്ച് വരുന്നതാണ് നമ്മൾ കണ്ടതുപോലെ അധികാരം ദുഷിപ്പിക്കുന്നു, പരമമായ അധികാരം പരമമായി ദുഷിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും വളരെ പരിചിതമായ ഒരു വാചകമാണത്. അപ്പോൾ ഈ അധികാരം ഏത് തലത്തിൽ പ്രയോഗിച്ചാലും അതിൻ്റെ ദോഷഫലങ്ങളാണ് ഇപ്പോൾ കൂടുതലും നമുക്ക് അനുഭവപ്പെടുന്നതെന്നുള്ളത് നമുക്ക് പ്രത്യേകിച്ച് റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ലോണം മനസ്സിലാവും. ഒരുപാട് രജത രേഖകൾ അതിൻ്റെ ഇടയിലുണ്ടെന്ന് മനസ്സിലാക്കണം. വളരെ ചുരുങ്ങിയ ഒരു സാധാരണക്കാരൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ നമ്മളിപ്പോൾ റവന്യൂവിൽ ഒരു ആപ്ലിക്കേഷൻ കൊടുത്താൽ കേസ് മാറ്റം എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ, അപ്പോൾ ഈ ആരുടെ മേശപ്പുറത്താണ് ആ ഫയൽ ഇരിക്കുന്നത് എന്നുള്ളത് നമുക്ക് അതിൽ നിന്ന് അറിയാൻ പറ്റും. ഞാൻ അവസാനത്തെ 4 വർഷം എക്സൈസിലായിരുന്നു. അപ്പോൾ പലരും എന്നെ വിളിക്കാറുണ്ട്. എന്നെ വിളിച്ചിട്ട് സാറിൻ്റെ ഫയലാണ്, സാറിൻ്റെ ഫയൽ ഇന്ന ദിവസം ഇത്ര മണിക്ക് സാറിൻ്റെ ഫയലിൽ അത് കിടപ്പുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ചൊറിച്ചിലായിരുന്നു, ഇവനാരുടെ എന്നെ വിളിക്കാൻ. പിന്നെയാണ് സത്യം പറഞ്ഞാൽ നമുക്കതിൻ്റെ നേരത്തെ പറഞ്ഞ ഒരു ട്രാൻസ്പെറൻസിയുടെയും അതായത് അപേക്ഷ കൊടുക്കുന്ന പൗരന് അതിലൊരു ഓണർഷിപ്പ് ഉണ്ടെന്നും അതിലൊരു അവകാശം ഉണ്ടെന്നും നമുക്ക് അയാളോടൊരു കടമയുണ്ടെന്നും ഒക്കെ നമുക്ക് ബോധ്യപ്പെടുത്തി തടയുന്ന ഒരു സാങ്കേതിക സംവിധാനമാണ് അതെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ആ തരത്തിൽ. പക്ഷേ വേറൊരു കാര്യം കൂടെ ഉണ്ട്. നമ്മളിപ്പോൾ റവന്യൂ പറഞ്ഞ ഒരാളിൻ്റെ മേശപ്പുറത്ത് ഫയലെത്തി, അത് എത്തിയിട്ട് 1 മാസമായി. അപ്പോൾ അതിനെക്കുറിച്ച് വിളിച്ചാൽ ചിലപ്പോൾ ആ സാങ്കേതികവിദ്യ അല്ലാതെ ആ സാങ്കേതികവിദ്യയുടെ പുറകിലിരിക്കുന്ന മനുഷ്യൻ്റെ പ്രതികരണം ചിലപ്പോൾ വളരെ സാങ്കേതികമല്ലാത്ത സഭ്യമല്ലാത്ത പ്രതികരണമായിരിക്കും എന്നുള്ളത് ഇന്നും. അത് പിന്നെ നമ്മുടെ നാട്ടുകാരുടെ പ്രശ്നം. നമ്മുടെ നാട്ടുകാരെന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരുടെയും പ്രശ്നം തന്നെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ അധികാരം, അതായത് നമ്മളിപ്പോൾ രാഷ്ട്രീയത്തിനെക്കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ അധികാരം രാഷ്ട്രീയത്തിൻ്റെ കൂടെ വരും. നമുക്കുള്ള ഒരു പ്രധാന പരാതി എന്ന് വെച്ചാൽ നല്ല ആൾക്കാരൊന്നും ഇപ്പോൾ രാഷ്ട്രീയത്തിൽ വരുന്നില്ല. നമുക്കിപ്പോൾ ബ്രെയിൻ ഡ്രെയിൻ ഉണ്ടല്ലോ. നമ്മുടെ പിള്ളേരാരും ഇവിടെ നിൽക്കുന്നില്ല. പിള്ളേരെല്ലാം വെളിയിൽ പോകുന്നു എന്ന് പറഞ്ഞ പോലെ ആ പിള്ളേർ വെളിയിൽ പോകുന്നതോടെ ആ പിള്ളേരൊക്കെ തന്നെയാണ് രാഷ്ട്രീയത്തിൽ വരേണ്ടത്. അപ്പോൾ ഒന്നിനും കൊള്ളാത്ത ബാക്കി കിടക്കുന്ന പണ്ടൊരു പറച്ചിലുണ്ടല്ലോ, ഒരു 6-7 മക്കളുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരുത്തനെങ്കിലും കാണും ഒരു മണ്ടൻ, അവൻ കുടുംബത്തിൽ നിൽക്കും, ബാക്കിയുള്ളവരൊക്കെ രക്ഷപ്പെട്ടു പോകും. പക്ഷെ അവൻ കുടുംബത്തിൽ നിൽക്കുന്നത് കൊണ്ടാണ് പ്രായമെത്തുമ്പോൾ അച്ഛനും അമ്മയും രക്ഷപ്പെട്ടു പോകുന്നത്. അപ്പോൾ അതുപോലെ ഇപ്പം നിൽക്കുന്നവർ ഈ പറഞ്ഞതുപോലെ വേറെ ഒന്നിനും കൊള്ളാത്തവരോ, അല്ലെങ്കിൽ രാഷ്ട്രീയം എന്ന് പറയുന്നത് അധികാരത്തിലേക്കുള്ള മാർഗം മാത്രമാണ്. അധികാരം എന്നുള്ളത് സ്വാർത്ഥ താല്പര്യങ്ങൾ നിറവേറ്റാനുള്ള മറ്റൊരു മാർഗം മാത്രമാണ് എന്നുള്ളൊരു നിലയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം.